ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു വൻപയർ മേക്ക് വരട്ടുണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് പയറെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിൽ കുറച്ച് ഉപ്പും അതേപോലെ അത് വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 5-10 ചെറിയുള്ളിയും അതേപോലെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടിയിട്ട് അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം എണ്ണയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണലൊന്ന് മാറി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ പയറും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് എണ്ണയിൽ മിക്സ് ആവണം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പയറൊന്ന് ഡ്രൈ ആയിപ്പോവും. അതിനാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മുളകും മഞ്ഞളൊക്കെ ഈ പയറിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ വേവിച്ച് വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിന് പയറിൽ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.